ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഫെബ്രുവരി 2016 നടന്ന സെമസ്റ്റർ 1 ഫിറ്റർ ട്രേഡ് തിയറി പേപ്പറിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നിവിടെ പറയുന്നത്. 2020 നടക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സെയിം 50 ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഒരു ക്വസ്റ്റ്യൻസിന് 3 മാർക്ക് വെച്ച് ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഇടുന്നത്. 2020 സെമസ്റ്റർ സിസ്റ്റം അല്ല, 2020 1 ഇയർ ട്രേഡ് ടെസ്റ്റാണ് നടക്കുന്നത്. 2 സെമസ്റ്ററും കൂടെ ചേർന്നുള്ള ഒറ്റ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അതിലും സെയിം 50 ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഇൻക്ലൂഡഡ് ആവുന്നത്. OMR ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും 2020 നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5S സ്റ്റാൻഡ് ഫോർ ഡാഷ്. ആൻസർ സോർട്ട്, സെറ്റ്, ഷൈൻ, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സസ്റ്റെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ benefits of 5S system are dash. Answer increase the productivity. Another question, the first aid boxes should be properly equipped and kept in dash. Answer easy access place. Another question, foam, water and dry chemical are used in which type of fire extinguishers? Answer class A. What will be the effect of electric shock when the current is at very low level? Answer lose his balance and fall. Another question, name the part marked X in the figure. Answer eye hole. Another question, name the type of chisels shown in below. Answer flat chisel. Another, chisels are used to cut metal in cold or hot condition. Cutting point angle of chisel is also known as dash. Answer wedge angle. അതായത് പോയിൻ്റ് ആംഗിൾ ഓഫ് ചെസിലിന് പറയുന്ന വേറൊരു പേരെന്താണ്? വെഡ്ജ് ആംഗിൾ. അടുത്തത്, സ്പിൻഡിൽ ഓഫ് ദ ബെഞ്ച് വൈസ് ഹാസ് വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ്? ആൻസർ സ്ക്വയർ ത്രെഡ്. അടുത്ത ക്വസ്റ്റ്യൻ, name the type of divider shown in the figure. Answer spring joint. Another question, axle blade is made up of dash. Answer high carbon steel. Another question, identify and name the part mark X in the universal surface gauge. Answer snug. How the required cutting pressure is obtained in a hacksaw cutting machine? അതായത് കട്ടിംഗ് പ്രഷർ ഒപ്റ്റെയിൻ ചെയ്യാൻ കട്ടിംഗ് മെഷീനിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കട്ടിംഗ് മെഷീൻ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക്കലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ പാർട്ട് ഓഫ് ജെനി കാലിപ്പർ ഇൻഡിക്കേറ്റഡ് ബൈ എക്സ് ഇൻ ദ ഫിഗർ. ആൻസർ ബെൻഡ് ലെഗ്. ജെനി കാലിപ്പർ എന്ന് പറഞ്ഞാൽ 2 ലെഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഒന്ന് ഷാർപ്പായിരിക്കും, ഒന്ന് ബെൻഡ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ കട്ടിംഗ് പോർഷൻ ഓഫ് എ ഫയൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതായിട്ടല്ലാത്ത പോർഷൻസ് ഏതാണ്? ടാഗ്. അടുത്തത്, നെയിം ദ പാർട്ട് ഓഫ് ഫയൽ മാർക്ക് എക്സ് ഇൻ ദ ഫിഗർ. ആൻസർ ഹീൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ മാർക്കിംഗ് മീഡിയ കോപ്പർ സൾഫേറ്റ് നീഡ് ടു ബി ഹാൻഡിൽ കെയർഫുള്ളി ബിക്കോസ് ഡാഷ്. ഇറ്റ് ഈസ് പോയിസണസ് ആയിട്ടുള്ള ഒരു മാർക്കിംഗ് മീഡിയയാണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, നെയിം ദ ഫയൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഷാർപ്പനിങ് ടീത്ത് ഓഫ് വുഡ് വർക്കിംഗ് ആക്സോ. ആൻസർ മിൽ സോ ഫയൽ. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൂൾ ഈസ് യൂസ്ഡ് ടു അലൈൻ ദ ഹോൾസ് ടു ബി റിവേറ്റഡ്. ആൻസർ ഡ്രിഫ്റ്റ് ടൂൾ. എപ്പോഴും ശ്രദ്ധിക്കുക, റിവേറ്റഡ് ആയിട്ട് ബന്ധപ്പെടുന്നത് എപ്പോഴും ഡ്രിഫ്റ്റ് ടൂളായിരിക്കും. അടുത്തത്, ഹൗ വിൽ യു സ്പെസിഫൈ ദ ഫോൾഡിംഗ് മെഷീൻ. ഫോൾഡിംഗ് മെഷീൻസിനെ നമ്മൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്? മാക്സിമം ലെങ്ത് ആൻഡ് തിക്നെസ് ഓഫ് ഷീറ്റ്. അടുത്തത്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ സോൾഡറിംഗ് അയൺ ഇൻ ദ സോൾഡറിംഗ് പ്രോസസ്. ആൻസർ മെൽറ്റ് ദ സോൾഡർ. The purpose of tempering a hardened steel component is for dash. Answer reducing its brittleness. While normalizing
The component should be cooled by dash. Answer: air room temperature. Other question: what is the cutting angle of general purpose drill? Answer: 180 degree. Other question: the bench vise is specified by dash. Answer: the width of the jaw. Other question: name the part mark X in figure. Answer: hard jaw. Another question: name the forging tool given in figure. Answer: flatter. What will be the effect if drill point is not in center? Answer: oversized holes. അടുത്തത് വെർനിയർ ബെവൽ പ്രൊട്ടാക്ടർ ഈസ് യൂസ്ഡ് ടു മെഷർ ആൻ ആക്യുറസി ഓഫ് ഡാഷ്. ആൻസർ: 5 dash. A vernier dial caliber accuracy 0.05 mm, beam scale reading 25 mm, and reading shown by the hand of the dial 24. Calculate the reading. Answer: 26.2. Another question: bending allowance is proportional to the dash. Answer: thickness of the material. Another: shears are used to cut dash. Answer: thick sheet. The surface plates are made up of dash. Answer: good quality cast iron. Another question: name the part mark X in the figure. Answer: thimble. Another question: if zero graduation of the thimble is above the datum line when the measuring faces are in contact, the error is dash. Answer: negative. For general structural work, which type of rivet is used? Answer: snap head. Another question: identify the machine accessories shown in figure. Answer: സോക്കറ്റ്. ഡ്രില്ലിൽ ചക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്ലീവ് ആൻഡ് സ്ലോക്കറ്റ്. അടുത്തത്: ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി ബ്രോട്ട് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് റിലീസ്ഡ് ഈസ് നോൺ ആസ് ഡാഷ്. ആൻസർ: എലാസ്റ്റിസിറ്റി. എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഷേപ്പ് നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ഒറിജിനൽ ഷേപ്പ് ഫോഴ്സ് വിട്ട് കഴിയുമ്പോൾ ഒറിജിനൽ ഷേപ്പ് റിക്കവേർഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്പ്രിങ് ആണ് എക്സാമ്പിൾ. സ്പ്രിങ്ങിൽ നമ്മൾ ലോഡ് കൊടുത്തു കഴിയുമ്പോൾ സ്പ്രിങ് വലിയും, ലോഡ് വിട്ട് കഴിയുമ്പോൾ സ്പ്രിങ് കറക്റ്റ് പൊസിഷനിലോട്ട് മാറും. ആ ഒരു പ്രോപ്പർട്ടിക്കാണ് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അടുത്തത്: സോൾഡർ ഈസ് ആൻ അലോയ് ഓഫ് ഡാഷ്, ലീഡ് ആൻഡ് ടിൻ. അടുത്ത ക്വസ്റ്റ്യൻ: which of the following is a non-ferrous cutting tool material? Answer: carbide. Another question: V blocks are available in the grade of dash. Answer: A and B. Another question: determine the tap drill size for the given tap. M60 into 1.5. Answer: 40.2. അതൊരു ഫോർമുല ഇട്ടാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ പറഞ്ഞു പോവാം. അടുത്ത ക്വസ്റ്റ്യൻ: ദ പില്ലർ ഡ്രിൽ മെഷീൻ ഈസ് ഷോൺ ഇൻ ഫിഗർ. നെയിം ദ പാർട്ട് മാർക്ക്ഡ് ആസ് എക്സ്. ആൻസർ: ഡ്രിൽ ചക്ക്. വാട്ട് ഈസ് ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ? ആൻസർ: ദ സ്പിൻഡിൽ ക്യാൻ ബി ബ്രോട്ട് ടു എനി പൊസിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: നെയിം ദ പാർട്ട് mark X in the given figure. Answer: movable jaw. Which one of the following instrument directly gives the actual dimension? Answer: vernier caliper. Another question: name the part mark X in figure. Answer: frame. Another question: the pitch of the coarse teeth in axle blade is dash. Answer: 1.8 mm. Another question: different shape of files are used to file different contours. Name the file
shown in the figure. ആൻസർ ഹാഫ് റൗണ്ട് ഫയൽ. അതിൻ്റെ ക്രോസ് സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഫിഗർ കാണിച്ചിരിക്കുന്ന ക്രോസ് സെക്ഷൻ ഫിഗർ അത്ര ക്ലിയർ അല്ല. ഹാഫ് റൗണ്ട് ഫയലാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഫോർ ഫയലിംഗ് സോഫ്റ്റ് മെറ്റീരിയൽസ് ലൈക്ക് ലെഡ്, ലീഡ്, ടിന്ന് ആൻഡ് അലുമിനിയം വിച്ച് ഫയൽ ഈസ് യൂസ്ഡ്. ആൻസർ സിംഗിൾ കട്ട് ഫയൽ. അപ്പോൾ യഥാർത്ഥത്തിൽ 2020 നടക്കാൻ പോകുന്ന ITI ട്രേഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നതും സെയിം 50 ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഫിറ്റർ ട്രേഡ് തിയറിയിൽ ഫസ്റ്റ് ഇയേഴ്സിന് വരുന്നത്. സെയിം ഇതുപോലെ തന്നെ ആയിരിക്കും. ഈ പാർട്ടുകളിൽ നിന്ന് ഒക്കെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അതായത് മാർക്കിംഗ് ടൂൾസ്, കട്ടിംഗ് ടൂൾസ്, ഇൻസ്ട്രുമെൻറ്റ്സ് ഇതെല്ലാം വരും. അപ്പോൾ ഓരോ പോർഷൻസും ഏതൊക്കെ റിലേറ്റഡ് നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ മനസ്സിലാക്കി ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.